ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പഴയ ടേബിളിനൊരു പുതിയ ലുക്ക് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഒരു ചെറിയ മോഡിഫിക്കേഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെയുള്ള പഴയ ടേബിളുകളോ അതുപോലെ ചെയർ ഇതൊക്കെ നമുക്ക് പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. മിനിമലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു പുതിയ ലുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന ഒരുപാട് ഡേർട്ടൊക്കെ ഉള്ള മാറാലൊക്കെ ഉള്ള ഒരു ടേബിളാണ്. നമ്മളിങ്ങനെ റഫ് യൂസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് കുറേ പഴക്കമുള്ളതാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത്. അപ്പം ഇത് ഇപ്പോൾ യൂസൊന്നും ഇല്ലാതെ മാറ്റിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ചെളി പിടിച്ചത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ടേബിൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഡ്രൈ ആകാനായിട്ട് മാറ്റി വെക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാനായിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ട്രാക്ടർ ഇമൽഷൻ പെയിൻ്റാണ് ബേസ് കോട്ടായിട്ട് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. 2 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. വളരെ ക്വിക്ക് ഡ്രൈയിങ് ആയിട്ടുള്ളതാണ് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ട്രാക്ടർ ഇമൽഷൻ. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ബേസ് പോർഷനിൽ ആ ലെഗ് പോർഷനിൽ ഞാൻ അതുപോലെ ആ ഒരു ലെഗ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വുഡിൻ്റെ ആ ഒരു പീസിലും ഞാൻ ഒരു 2 കളേഴ്സ് മിക്സ് ചെയ്താണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ക്യാമൽ ഫാബ്രിക്കയുടെ റെഡ് കളറും അക്രിലിക് കളറും അതുപോലെ ട്രാക്ടർ ഇമൽഷൻ പെയിൻറ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ ട്രാക്ടർ ഇമൽഷൻ പെയിൻറ്റും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നമുക്കൊരു പിങ്ക് ഷെയ്ഡ് കിട്ടും. റെഡ് കുറച്ച് മതി. കൂടുതൽ വൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ്, ഇതുപോലെ ഒരു പിങ്ക് ഷെയ്ഡ് കിട്ടും. ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതും ഡ്രൈ ആകാനായിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ചും കൂടി ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ റെഡ് കുറച്ച് കൂടുതൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2-3 കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കോട്ടും അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷമാണ് ഓരോ കോട്ടുകൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സ് ട്രാക്ടർ ഇമൽഷൻ പെയിൻറ്റ് 2 കോട്ട് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓരോ കോട്ടും അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷമാണ് അടുത്ത കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ക്വിക്ക് ഡ്രൈയിങ് ആയിട്ടുള്ള ഒരു പെയിൻറ്റാണ് ഇത്. അപ്പോൾ ബേസ് കോട്ടിന് ഞാൻ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു വാൾപേപ്പറാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ അഫോർഡബിൾ റേഞ്ചിൽ എനിക്ക് കിട്ടിയതാണ്. ഇപ്പോൾ കുറച്ച് പ്രൈസി സൈഡായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് വിഷ് ലിസ്റ്റിൽ ഇട്ട ശേഷം പ്രൈസ് കുറയുമ്പോൾ വാങ്ങാവുന്നതാണ്. നല്ലൊരു വാൾപേപ്പറാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് 170 റുപ്പീസിനാണ് കിട്ടിയത്. അപ്പം ഈ ഒരു റോള് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എത്ര നീളം, വീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സൈറ്റിൽ പോയാൽ കാണാവുന്നതാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ആമസോണിലും അവൈലബിൾ ആണ്. ആമസോണിൽ എനിക്ക് തോന്നുന്നു ഞാനിത് വാങ്ങുമ്പോൾ 189 ആയിരുന്നു ആമസോണിൽ. ഫ്ലിപ്കാർട്ടിൽ 170ക്ക് കിട്ടി. അപ്പം ഈ ഒരു വാൾപേപ്പർ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു ടേബിളിൻ്റെ അളവിന് കട്ട് ചെയ്ത ശേഷം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ ലെഗ് പോർഷനിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പെയിൻറ്റൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് 2 കോട്ട് വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് വാർണിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനിക്കൊരു ചോക്കി എഫക്റ്റാണ് വേണ്ടത്, ഒരു മാറ്റ് ഫിനിഷാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇറ്റ്സി ബിറ്റ്സിയുടെ ലിറ്റിൽ ബേർഡി ഡെക്കോർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ച് പ്രൈസി സൈഡാണ്. അതുകൊണ്ട് ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള വാർണിഷ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. വാർണിഷസിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ടേബിളിൻ്റെ ടോപ്പ് പോർഷനിൽ ഞാൻ യൂസ് ചെയ്യുന്നത് 2 കോട്ട് ഡെക്കോർ വാർണിഷ്, ലിറ്റിൽ ബേർഡിയുടെ ഡെക്കോർ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് മാറ്റ് ഫിനിഷാണ്. 2 എൻ്റെ കയ്യിലുണ്ട്. ഗ്ലോസി ഫിനിഷും ഉണ്ട്, മാറ്റ് ഫിനിഷാണ് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 കോട്ട് അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം 1 കോട്ട് കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2 കോട്ട് അതിൻ്റെ ടേബിളിൻ്റെ ടോപ്പിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ച് അധികം ഏരിയ കവർ ചെയ്യാനുള്ളതുകൊണ്ട് ടോപ്പ് പോർഷനിൽ മാത്രമേ ഞാൻ ഈ ഒരു വാർണിഷ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ ബേസ് പോർഷനിൽ യൂസ് ചെയ്യുന്നത് മറ്റൊരു വാർണിഷാണ്, വാളിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ ആ ഒരു വാർണിഷിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതും ഒരു ഓൾഡ് ഫർണിച്ചറാണ്. ഒരു സൈഡ് ടേബിൾ, പെറ്റ് ടേബിൾ പോലെയുള്ള ഒരു ഫർണിച്ചറാണ്, വുഡൻ ഫർണിച്ചറാണ്. ഇതിൻ്റെ കുറേ 2-3
സൈസുകൾ വീട്ടിൽ അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ട് പെട്ടെന്നൊന്ന് ഒരു സൈഡ് ടേബിളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തതാണ്. ഇതും വുഡിൻ്റെ തന്നെയാണ്. ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ഫുള്ളായിട്ട് ഇതിന് ഞാൻ ട്രാക്ടർ ഇമൽഷൻ പെയിൻറ്റ് 2 കോട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കിയ ശേഷം ഇതിന് മുകളിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻറ്റ് നമ്മുടെ മാർഷ് ഗ്രീൻ ഷെയ്ഡും ടീൽ ബ്ലൂവും കൂടിയാണ്. മാർഷ് ഗ്രീൻ ഇറ്റ്സി ബിറ്റ്സിയുടെ ചോക്ക് പെയിൻ്റ് ആണ് ആ ഒരു ഷെയ്ഡും, അതുപോലെ ടീൽ ബ്ലൂ എന്ന് പറയുന്ന ഫെവിക്രിലിൻ്റെ അക്രലിക് കളറും മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടാണ് ഇത് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേ ഷെയ്ഡ് വരാനായിട്ട് ലെമൺ യെല്ലോയും ടീൽ ബ്ലൂവും കൂടി മിക്സ് ചെയ്യാം. മാർഷ് ഗ്രീൻ വേണമെന്നില്ല. ഇതേപോലത്തെ ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഇത് സ്റ്റൈൽ ചെയ്യാനായിട്ട് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. പെറ്റ് ടേബിൾ ആണെങ്കിലും ഒക്കെ നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ DIY പ്ലാന്റേഴ്സാണ്. ട്രാൻസ്ഫർ ഷീറ്റ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ട്രാൻസ്ഫർ ഷീറ്റ്സിൻ്റെ ഞാൻ യൂസ് ചെയ്ത ട്രാൻസ്ഫർ ഷീറ്റിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സെപ്പറേറ്റായിട്ട് ഈ ഒരു പ്ലാന്റേഴ്സിൻ്റെ ഒന്നും വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കൂ കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിസ്താഷ്യലിൻ്റെ ഒരു പ്ലാന്ററാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതുപോലെ ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഞാൻ ട്രാൻസ്ഫർ ഷീറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. പിന്നീട് ഒരു ഫിഷ് ബൗളിൽ അത് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ അതിലൊരു പെയിൻറ്റ് ചെയ്തെടുത്ത ശേഷം ഞാൻ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഫേൺസ് ആണ് അതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെറ്റ് ടേബിൾ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സ്റ്റഡി ടേബിളായിട്ടോ ചെറിയ കൊച്ചു കുട്ടികൾക്ക് സ്റ്റഡി ടേബിളായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ നമ്മൾ പെയിൻറ്റൊക്കെ ചെയ്ത് നന്നാക്കി കൊടുത്താൽ അവർക്കും അതൊരു ഇഷ്ടമായിരിക്കും അത് കാണാനായിട്ട്. അതുപോലെ ഈ ഒരു സ്റ്റിക്കർ ഞാൻ ഈ ലേറ്റസ്റ്റായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. വാൾ സ്റ്റിക്കേഴ്സിൻ്റെയും വാൾപേപ്പേഴ്സിൻ്റെയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വാൾ സ്റ്റിക്കേഴ്സ് നമ്മളതിൽ കാണിക്കുന്നുണ്ട്, അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പം അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട. കാര്യം എന്ന് വെച്ചാൽ അത്രയും ഡിമാൻഡ് ഉള്ളതാണ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ നോക്കിയിട്ട് വാങ്ങാവുന്നതാണ്. ഞാൻ റിവ്യൂ നോക്കി ശേഷമാണ് ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്, അതിൻ്റെ റേറ്റും കാര്യങ്ങളുമൊക്കെ. കുറച്ചൊക്കെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വിഷ് ലിസ്റ്റിൽ ഇട്ട ശേഷം നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിൽ വരുമ്പോൾ നിങ്ങളത് വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഞാനും അതുപോലെ തന്നെയാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് വന്നിട്ട് 109 രൂപ, 109 റുപ്പീസാണ് ഈ ഒരു സ്റ്റിക്കറിന് വരുന്നത്, ഈ ഒരു ഡിയറിൻ്റെ സ്റ്റിക്കറിന് വരുന്നത്. ഇതിന് മുകളിലുള്ള ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ മറ്റൊരു വാൾ സ്റ്റിക്കറാണ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. വാർണിഷ് നമുക്കിതിന് കമ്പൽസറി അല്ല, ടേബിളിൻ്റെ ടോപ്പിൽ കമ്പൽസറി അല്ല. കാരണം ഈ ഒരു വാൾപേപ്പർ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വാർണിഷ് ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ വാൾപേപ്പറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണ് തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ കൂടി മറക്കാതെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാകാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.